ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരപ്പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതി ചായ ചായ എന്ന് വിളിച്ച് പറയുന്ന സമയത്ത് രേവതി ഇതെല്ലാം കേൾക്കുന്നുണ്ടെങ്കിൽ ശ്രുതി ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. രേവതി പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് ചന്ദ്ര വളരെയധികം ദേഷ്യത്തോടു കൂടി തന്നെ അടുക്കളയിലേക്ക് കയറി വരുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിന്റെ ചെവി എന്താ പൊട്ടിയിരിക്കുകയാണ്? എത്ര നേരമായി ശ്രുതി ചായ ചായ എന്ന് വിളിച്ച് പറയുന്നു എന്ന് പറയുന്ന സമയത്ത് ശ്രുതിയുടെ ഹസ്ബൻഡിനോട് പറ, ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ പോയി ചായ വിൽക്കാൻ. അതേ രീതിയിലാണല്ലോ കടന്ന് വിളിച്ചു പോകുന്നത്. എന്തായാലും എന്നെ കൊണ്ട് ചായ കൊണ്ട് കൊടുക്കാൻ പറ്റുകയില്ല എന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാതെ ഞാനോട്ട് കൊണ്ടേ കൊടുക്കാനും പോകുന്നില്ല എന്നൊക്കെ രേവതി പറയുന്ന സമയത്ത്, അതെന്താ നിനക്ക് കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ എന്ന് ചന്ദ്ര ദേഷ്യത്തോട് ചോദിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് അറിയാലോ ഞാൻ ശ്രുതിയുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുകയില്ല എന്ന്. പിന്നെ എന്തിനു വേണ്ടിയിട്ട് അമ്മ ഇപ്പോൾ ഇതൊക്കെ ചോദിക്കുന്നതെന്ന് രേവതി ചോദിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ചന്ദ്ര പറയുകയാണ്, നീ കണ്ടോ ഒരു നാൾ ശ്രുതിക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നിന്നെ കൊണ്ട് തന്നെ ഞാൻ ചെയ്യിപ്പിക്കും എന്ന് ചന്ദ്ര ദേഷ്യത്തോട് തന്നെ പറയുന്ന സമയത്ത് അത് അമ്മയുടെ നടക്കാത്ത സ്വപ്നമാണെന്ന് രേവതി ഒരു കളിയാക്കുന്ന രീതിക്ക് പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ വളരെയധികം ദേഷ്യത്തോട് കൂടിയിട്ട് തന്നെയാണ് ചന്ദ്ര അവിടെ നിന്ന് പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് സച്ചിയുടെ സുഹൃത്തായ പ്രവീൺ അവിടെ വരികയാണ് കേട്ടോ. വരുന്നത് മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല, ചേട്ടൻ്റെ കല്യാണം വിളിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വന്ന ഉടനെ തന്നെ ചന്ദ്രയോടായിട്ട് സച്ചി എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കുന്ന സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. അതിനുശേഷം അകത്തേക്ക് കയറി വന്ന പ്രവീൺ അച്ഛനെയും ശ്രീകാന്തിനെയൊക്കെ തിരക്കുന്ന കൂട്ടത്തിൽ തന്നെ ചന്ദ്രയുടെ ശ്രുതിയോടൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ തന്നെ സച്ചി രേവതിയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഈ ഒരു സമയത്ത് പ്രവീൺ ചോദിക്കുന്നുണ്ട്, എന്നിരുന്നാലും ഇത്രയും വലിയ സുഹൃത്തായി എന്നെ നിന്റെ കല്യാണത്തെക്കുറിച്ച് നീ അറിയിച്ചില്ലല്ലോ എന്നൊക്കെ ഒരു പരാതി പോലെ പറയുന്ന സമയത്ത്, എൻ്റെ കല്യാണം എന്നാണെന്ന് ഞാൻ തന്നെയാണെന്ന് അറിഞ്ഞത്, പിന്നെ നിന്നെ മുൻകൂട്ടി അറിയിക്കുമെന്നൊക്കെയാണ് സച്ചി പറയുമ്പോഴത്തേക്കും നീ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പ്രവീൺ പറയുന്നുണ്ട്. പെട്ടെന്ന് സച്ചി പറയാം, അതൊക്കെ ഒരു വലിയ കഥയാണ്, ഇപ്പം നീ എന്തിനാ വന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ചേട്ടൻ്റെ കല്യാണം പറയാൻ വേണ്ടി വന്നതാണെന്ന് പ്രവീൺ മറുപടി പറയുന്നുണ്ട്. വേഗം സച്ചി പറയുകയാണ്, എന്നെ ഒരു കാര്യം ചെയ്യും, നിൻ്റെ ചേട്ടൻ്റെ കല്യാണത്തിന് അന്നേ ദിവസം തന്നെ നീ നാട് വരണം, അല്ലെന്നാണ് ഈ കെട്ടാൻ പോകുന്ന പെണ്ണ് നിൻ്റെ തലയിലാവും, അത് ജീവിതകാലം മുഴുവൻ നിനക്കൊരു ബാധ്യതയാവുമെന്നൊക്കെയാണ് സച്ചി നമ്മുടെ ശ്രുതിനെ കുറ്റപ്പെടുത്തുന്ന രീതിക്കാണ് സംസാരിക്കുന്നത്. ഇനി കറങ്ങി തിരിഞ്ഞ് വരുന്ന ദേവതയുടെ തലയ്ക്കാണ് കേട്ടോ. അപ്പോൾ സച്ചിയുടെ സംസാരമൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് രേവതിക്ക് സങ്കടം വരുന്നുണ്ട്. മാത്രമല്ല ചന്ദ്ര രേവതിയെ ഒന്ന് കളിയാക്കുന്ന രീതിക്ക് നോക്കി ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ തന്നെ പ്രവീൺ പറയുന്നുണ്ട്, എന്തായാലും നീ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ എനിക്ക് മനസ്സിലായില്ല, എന്നിരുന്നാലും നിന്റെ ഭാര്യയും അച്ഛനെയും എല്ലാവരും കൂട്ടി കല്യാണത്തിന് വരണമെന്ന് പറഞ്ഞിട്ടാണ് പ്രവീൺ അവിടെ നിന്ന് പോകുന്നത്. പ്രവീണിനെ പുറത്തേക്ക് കൊണ്ടാക്കാനായിട്ട് പോകുന്ന സമയത്ത് ശ്രുതി ചന്ദ്രയോടായിട്ട് പറയുന്നത്, അമ്മയെ കണ്ടില്ല അമ്മേ, ഏത് സമയത്ത് സച്ചി ശ്രുതിയെ കളിയാക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് ആരും പറഞ്ഞ് ശ്രുതിയെ കളിയാക്കിയതാണെന്ന്, ഇവന്റെ ഭാര്യയെക്കുറിച്ച് തന്നെയല്ലേ പറഞ്ഞത്, നീ കേട്ടില്ലായിരുന്നോ, ഇവൾ അവൻ്റെ തലയിലായി ഇനി ജീവിതകാലം മുഴുക്ക ചുമക്കേണ്ടി വരുമെന്നൊക്കെയല്ലേ അവൻ പറഞ്ഞത് എന്നൊക്കെയാണ് ചന്ദ്ര കളിയാക്കുന്ന മട്ടിൽ പറയുമ്പോഴത്തേക്കും ശ്രുതിയും കൂടെ കൂടി രേവതി നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കട്ടെ. അപ്പോൾ ഓൾറെഡി നമ്മൾ സച്ചി പറഞ്ഞ സങ്കടം അത് രേവതിയുടെ ഉള്ളിൽ കിടക്കണം. കൂടുതൽ തന്നെ ചന്ദ്രയും കൂടെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് രേവതിക്ക് സങ്കടം സഹിക്കാനാവുന്നില്ല. രേവതി വളരെയധികം സങ്കടത്തോടെ തന്നെ അവിടെ നിന്ന് പോകുന്ന അടുക്കളയിലേക്ക് ചെന്നതിന് ശേഷം ഇങ്ങനെ സച്ചി പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ രേവതി ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഓർക്കും തോറും രേവതിയുടെ സങ്കടം കൂടി വരികയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ജോലിക്ക് പോകാനായിട്ട് സച്ചി റെഡിയായി വരുന്ന അതേ സമയം തന്നെ രേവതിനെ രണ്ടുമൂന്നാണ് വിളിക്കുന്നുണ്ടെങ്കിലും രേവതി വലിയ കാര്യമായിട്ട് മൈൻഡൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ സച്ചി അടുത്ത് വന്നിട്ട് ചോദിക്കുന്നത്, രേവതി ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയാണോ പൊടിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും താനിന്നൊന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല എന്ന് രേവതി മറുപടി പറയുന്നുണ്ട്. പെട്ടെന്ന് സച്ചി ചോദിക്കണം, ഒന്നും തന്നെ ഉണ്ടാക്കിയില്ല എന്നോ? അപ്പോൾ എനിക്ക് ജോലിക്ക് പോകേണ്ട രേവതി, നിനക്ക് എന്താ പറ്റിയത്, നിൻ്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും സച്ചിയോട് വളരെയധികം ദേഷ്യത്തോടു കൂടി തന്നെയാണ് കേട്ടോ രേവതി പെരുമാറുന്നത്. ഒരു സമയം തന്നെ ചന്ദ്ര അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എല്ലാവർക്കും ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ചോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആർക്കും തന്നെ താനൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് രേവതി മറുപടി പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ചന്ദ്ര ദേഷ്യത്തോട് തന്നെ ചോദിക്കുന്നുണ്ട്, ആർക്കും ഒന്നും ഉണ്ടാക്കിയില്ല എന്നോ? അതെന്താ നീ ഉണ്ടാക്കാതിരുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഉണ്ടാക്കാൻ തോന്നിയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കിയില്ല എന്ന് രേവതി മറുപടി പറയുകയാണ്. അപ്പോൾ ഇതേ സമയം തന്നെ ശ്രുതി അങ്ങോട്ടേക്ക് വരുന്ന, അമ്മയെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ശ്രുതി പറയുന്ന സമയത്ത് ഇന്ന് ആർക്കും തന്നെ കൊച്ചുറാണി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് ചന്ദ്ര മറുപടി പറയുമ്പോഴത്തേക്ക് എന്താ രേവതി നീ ഒന്നും ഉണ്ടാക്കാതിരുന്നതെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. അല്ല, എല്ലാവർക്കും വേണ്ടി വെച്ചോളം, ഞാനെൻ്റെ വേലക്കാരി, പച്ചക്കറിയും ഫ്രൂട്ട്സും എല്ലാം അവിടെ തന്നെ ഇരിക്കുന്നത്, ഈ ഇടയ്ക്ക് എൻ്റെ ABCD ജ്യൂസ് അതിനെന്താണ് ഒന്ന് ഉണ്ടാക്കി കുടിക്കാറില്ലേ, അതൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ട് പോകാൻ നോക്കുക, എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ന് രേവതി മറുപടി പറയുമ്പോഴത്തേക്കും നിൻ്റെ ഭാര്യ എന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. എനിക്കറിയില്ല, ഞാൻ അതേക്കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താ രേവതി നിനക്ക് പറ്റിയതെന്ന് സച്ചി ചോദിക്കുന്ന സമയത്ത് എനിക്ക് ഒന്നും പറ്റില്ല, ഇനി ഒന്നും പറ്റാതിരുന്നാൽ മതി എന്നൊക്കെയാണ് രേവതി ദേഷ്യപ്പെട്ട് സംസാരിക്കുക കേട്ടോ. ഇതേ സമയം തന്നെ ശ്രീകാന്ത് പക്ഷേ അങ്ങോട്ടേക്ക് വരുന്ന ബ്രേക്ക്ഫാസ്റ്റ് ചോദിക്കുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല എന്ന് ചന്ദ്ര പറയുമ്പോഴത്തേക്ക് അതെന്താ രേവതി ചേച്ചിക്ക് എന്താ സുഖമില്ലേ എന്ന് വർഷ ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ രേവതി പറഞ്ഞു, എനിക്കൊരു സുഖക്കുറവില്ല പക്ഷേ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയില്ല, ഉണ്ടാക്കാൻ എനിക്ക് തോന്നിയില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കണ്ടില്ല അവക്കടെ മറുപടി കണ്ടില്ലേ, അവൾ ഉരുളക്കുപ്പേര് പോലെയാണ് എല്ലാ മറുപടിയും പറയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അമ്മയുടെ നാക്ക് മാത്രം പോലെ
അമ്മ ചോദിക്കുന്നതിനുള്ള മറുപടിയല്ല ഞാൻ പറഞ്ഞല്ല, ഉരുളയ്ക്ക് ഉപ്പേരി പറഞ്ഞതല്ല എന്നൊക്കെ രേവതി ചന്ദ്രയോട് തിരിച്ച് നല്ല മറുപടി തന്നെ പറയട്ടെ. അതേ രീതിയിൽ തന്നെ ചന്ദ്രൻ തിരിച്ച് പറയുന്നുണ്ടെങ്കിലും രേവതി അതിനെല്ലാം തന്നെ ചന്ദ്രൻ നാക്കടയ്ക്കുന്ന രീതിക്ക് തന്നെ മറുപടി നൽകുന്നുണ്ട്. ഈ ഒരു സമയത്ത് ചന്ദ്ര പറയുകയാണ്, നിന്റെ ഭാര്യയ്ക്ക് എന്തെല്ലാം ഭ്രാന്ത് പിടിച്ചു എന്ന് ചോദിക്കുമ്പോൾ അതെ എനിക്ക് ഭ്രാന്ത് പിടിച്ചു എന്ന് രേവതി മറുപടി പറയുമ്പോഴത്തേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, എന്തായാലും അമ്മ ഇനിയിപ്പം കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പോകട്ടെ. ഇതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയും ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞ് പോവുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും പോയി കഴിയുമ്പോഴത്തേക്കും ചന്ദ്ര പറയും, നിനക്ക് സമാധാനമായാലും എല്ലാവരും പട്ടിണി കിട്ടപ്പോൾ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആര് പറഞ്ഞ് പട്ടിണിക്കാണ്, നമ്മൾ പുറത്തുനിന്ന് പോയി കഴിച്ചോളാം എന്നാണ് പറഞ്ഞത്, അല്ല വയറ് വിശന്ന് കിടക്കുകയൊന്നുമില്ല, ഇനിയിപ്പോൾ നിങ്ങൾക്ക് കഴിക്കണമെന്നാണെങ്കിൽ ഒന്നുണ്ടെങ്കിൽ ഉണ്ടായി കഴിക്കുക, അല്ലെങ്കിൽ പുറത്ത് പോയി കഴിക്കാൻ രേവതി ദേഷ്യത്തോട് തന്നെ പറയുന്ന സമയത്ത് എടാ നിന്റെ ഭാര്യയ്ക്ക് ഭ്രാന്ത് തന്നെയാണ്, ചെങ്ങലക്കിടാൻ നോക്കുക എന്ന് സംസാരിച്ച് ചന്ദ്രൻ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നത്. വേഗം തന്നെ സച്ചി രേവതിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നത്, നിനക്ക് എന്താ പറ്റിയ രേവതി എന്ന് ചോദിക്കുന്ന സമയത്ത് അമ്മ പറഞ്ഞതെല്ലാം തന്നെ നേരാണെന്ന് പറയുമ്പോഴത്തേക്ക് അമ്മ എന്താ നിന്നോട് പറഞ്ഞതെന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. അമ്മ പറഞ്ഞത് മാത്രമല്ല നിങ്ങളായി തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൂട്ടുകാരൻ വന്ന് പറഞ്ഞ സമയത്ത് സച്ചി പറഞ്ഞ കാര്യങ്ങൾ രേവതി ഒന്നുകൂടി പറയാം കേട്ടോ. അത് തന്നെ പറ്റിയാണ് പറഞ്ഞത്, നിങ്ങൾക്കൊരു ബാധ്യതയാണ് എന്ന രീതിക്കാണ് നിങ്ങൾ സംസാരിച്ചതെന്നൊക്കെ രേവതി പറയുമ്പോഴത്തേക്കും രേവതി ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞില്ല, ശ്രുതിക്കിട്ടൊരു കൊട്ട് നൽകാമെന്ന് വിചാരിച്ച് മാത്രം പറഞ്ഞതാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും രേവതി ഇതൊന്നും തന്നെ വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം സച്ചി വേഗം ദേഷ്യപ്പെടുന്നു, നിന്നോട് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്ന സമയത്ത് കണ്ടില്ലേ നിങ്ങൾക്ക് ഇപ്പോൾ എന്നോടുള്ള ദേഷ്യം കണ്ടില്ലേ, സ്നേഹം ഉണ്ടായിരുന്നു നിങ്ങളിപ്പോൾ ദേഷ്യപ്പെടുമായിരുന്നു, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനല്ലേ ശ്രമിക്കുകയുള്ളായിരുന്നൊക്കെ രേവതി പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടുകയാണ് കേട്ടോ. ഈ ഒരു സമയം തന്നെ സച്ചിക്ക് ഒരു കോള് വരുന്നുണ്ട്. സച്ചി വേഗം തന്നെ ഞാൻ എത്തിയേക്കാം, ഇപ്പോൾ ഓട്ടം വന്നേക്കാം എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യേണ്ട. അപ്പോൾ ഇതേ സമയം തന്നെ രേവതി ആകട്ടെ സച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് വളരെയധികം സങ്കടത്തോടുകൂടി തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.